നമ്മുടെ ഈ പരീക്ഷാ പേപ്പർ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കേരളത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് കേരളത്തിലെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ, പത്രങ്ങളുടെ പേര് സഹിതം ഞാനിപ്പോ ഇവിടെ ഒന്ന് പറയാം. ഇത് പറയാൻ കാരണം കേരളത്തിൽ നിന്ന് ഇത്രമാത്രം സെലിബ്രിറ്റികളും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഡൽഹിയിലേക്ക് ഇപ്പോൾ ഒഴുകുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഡൽഹിയിലേക്ക് ഒഴുകുകയാണ്. അപ്പോ അങ്ങനെ ഡൽഹിയിലേക്ക് ഒഴുകിയവര് ഇവിടെ പ്രതികരിക്കാതെ പോയ 10 കാര്യങ്ങൾ ഞാനിപ്പോ പറയാം. ഇത് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെയാണ്. അതായത് PSC ടെസ്റ്റുകളിൽ പകരം ആളെ ഇരുത്തി എഴുതിച്ച് ജോലിക്ക് കയറുന്ന ഒരു പരിപാടി ഇവിടെ പണ്ട് മുതലേ ഉണ്ട്. അങ്ങനെ അവര് 2016 പിടിയിലായി 13 പേരെ സ്ഥിരമായിട്ട് ഡീബാർ ചെയ്തൊരു സംഭവം ഉണ്ടായി. ഇതിന് പ്രോക്സി റൈറ്റിംഗ് എന്നാ പറയുന്നത്. പകരം ആളെ വെച്ച് എഴുതുന്ന വലിയ കുറ്റകൃത്യമാണ്. ഹിന്ദു പേപ്പർ, അതായത് ഇംഗ്ലീഷ് ദേശാഭിമാനിയായ ഹിന്ദു പേപ്പറാണ് ഈ ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. മാർച്ച് 2012 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷ നടന്നപ്പോൾ, അത് ഫിസിക്സിന്റെ പരീക്ഷയാണെന്നാണ് എന്റെ ഓർമ്മ, അതിലെ നിരവധി ചോദ്യങ്ങൾ ഒരു സ്വകാര്യ കോച്ചിങ് സ്ഥാപനത്തിന്റെ ഗൈഡിനകത്തുനിന്ന് എടുത്തതായിരുന്നു. പരീക്ഷ തന്നെ പിന്നീട് റദ്ദാക്കി കളയേണ്ടി വന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 2019 ജൂലൈയില് സിവിൽ പോലീസ് ഓഫീസർമാരുടെ പരീക്ഷ നടത്തി. വളരെ വിവാദമായതാണ്. അതിൽ 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയത് പരീക്ഷ എഴുതാത്ത SFI നേതാക്കന്മാർക്കാണ്. അവസാനം കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അവരുടെ തന്നെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 2020 ഫെബ്രുവരി മാസത്തില് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ IAS പകരമായിട്ട് സ്റ്റേറ്റിലുണ്ടായ ആ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രിലിമിനറിയിൽ 5 ചോദ്യങ്ങൾ ഒരു ട്യൂഷൻ സെന്ററിൽ നിന്ന് അവര് പ്രിപ്പയർ ചെയ്ത് കൊടുത്തതാണെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഓൺലൈൻ മനോരമയിൽ വന്ന വാർത്തയാണ് ഇത്. 2019 ജനുവരി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പരീക്ഷയില് 100 ചോദ്യം ചോദിച്ചതിൽ 80 ചോദ്യവും ഒരൊറ്റ സ്ഥാപനത്തിലെ ഗൈഡിൽ നിന്ന് കോപ്പി അടിച്ചതായിരുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ് ഇത്. ഇനി 2023 ജൂലൈയില് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ ഉന്നത തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയില് 2025 റാങ്ക് ലിസ്റ്റ് വന്നു. ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പിന്നീട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തപ്പോൾ പുറത്തു വന്നു. സംഭവം എന്താണെന്നറിയാമോ? റാങ്ക് കിട്ടേണ്ടവര് 58 മാർക്ക് കിട്ടേണ്ട 10 ചോദ്യം എഴുതാതെ വിട്ടാൽ മതി. അത് പിന്നീട് മാർക്ക് ഇട്ട് കൊടുക്കും. എഴുതിപ്പോയാൽ പിന്നെ മാർക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് എഴുതാതെ വിട്ടാൽ മതി. അങ്ങനെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അതും കൃത്യമായ തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. 2024 ഒക്ടോബറിൽ LD ക്ലർക്ക് പരീക്ഷ എറണാകുളത്തും വയനാട്ടിലും ചോദ്യ പേപ്പർ ചോർന്നു. കേരള കൗമുദിയിലെ വാർത്തയാണ്. 2024 ഒക്ടോബറിൽ LD ക്ലർക്ക് പരീക്ഷയിലെ 7 ചോദ്യങ്ങൾ ഫിഷ് ഫെഡിന്റെ പരീക്ഷയിൽ അതേപടി ആവർത്തിച്ചു വന്നു. ഇത് മാതൃഭൂമി വാർത്തയാണ്. 2024-25 ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് അവിടെ പഠിച്ച 40 കുട്ടികൾ പരീക്ഷ എഴുതി 38 പേർക്കും ജോലി കിട്ടി. എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാറ് തന്നെയായിരുന്നു ചോദ്യം ഇട്ടത്. ഇത് പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ കേരളത്തിലെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. 2026 ജൂലൈ 16 LGS പരീക്ഷയിലെ 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷ ചോർന്നു. അതിന്റെ ക്രമക്കേട് വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. 1.5 ലക്ഷം പേർക്കാണ് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത്. ഈ 10 കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് പറഞ്ഞത്, ഈ 10 കാര്യങ്ങൾ നടന്നത് കേരളത്തിലാണ്. ഈ കേരളത്തിൽ ഒരു പ്രതിഷേധവും ഇല്ല, ഒരു സമരവും ഇല്ല, ഒരു കോക്രോച്ചും ഇല്ല, ആർക്കും ഒന്നും മിണ്ടുകയും വേണ്ട. ഇതാണ് സംഭവം. ഇനി കഴിഞ്ഞ മൻമോഹൻ സിംഗിന്റെ കാലത്ത്, നരേന്ദ്രമോദി വരുന്നതിന് തൊട്ട് മുമ്പ്, ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിലായി 124 തവണയാണ് അതായത് ഓൾ ഇന്ത്യ പരീക്ഷയും സംസ്ഥാന പരീക്ഷയും അടക്കം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. ഞാനതിന്റെ ലിസ്റ്റ് തന്നെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം. ജമ്മു കാശ്മീരിൽ 5 തവണ ചോർന്നു, പഞ്ചാബിൽ 2 തവണ, ഹരിയാനയിൽ 5 തവണ, രാജസ്ഥാനിൽ 10 തവണ, ഗുജറാത്തിൽ 8 തവണ, മഹാരാഷ്ട്രയിൽ 9 തവണ, കർണാടകത്തിൽ 6 തവണ, കേരളത്തിൽ 10 തവണ, തെലങ്കാനയിൽ 3 തവണ, തമിഴ്നാട്ടിൽ 2 തവണ, ആന്ധ്രയിൽ 2 തവണ, മധ്യപ്രദേശിൽ 7 തവണ, ഉത്തർപ്രദേശിൽ 9 തവണ, ഡൽഹിയിലും ഓൾ ഇന്ത്യ കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ 27 തവണ, അരുണാചലിൽ 1 തവണ, അസാമിൽ 6 തവണ, മണിപ്പൂരിൽ 1 തവണ, ത്രിപുരയിൽ 1 തവണ, പശ്ചിമ ബംഗാളിൽ 10 തവണ. 124 തവണ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന
സ്റ്റേറ്റ് തിരിച്ചുള്ള ലിസ്റ്റാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഇവിടെ ഒരു പ്രതിഷേധവും ഇല്ല, ഒരു മുദ്രാവാക്യം വിളിയില്ല, ഒരു പാറ്റ പഴുതാര പാർട്ടിയില്ല. അവിടെ ഒന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല, ബുദ്ധിജീവികളില്ല, സിനിമാക്കാരില്ല, പ്രതികരണമേ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ 22 കൊല്ലത്തെ ചരിത്രമാണ് ഞാനിപ്പോ ഇവിടെ അവതരിപ്പിച്ചത്. ഇവിടെയാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാർഖണ്ഡ് മുക്തി മോർച്ച, അവരുടെ മുന്നണി, ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഹസാരിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒയാസിസ് എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ, അതായത് ഹർഷാദ് അൻസാരി എന്ന് പറയുന്ന, ഇർഫാൻ അൻസാരി എന്ന് പറയുന്ന മന്ത്രി, കോൺഗ്രസിന്റെ മന്ത്രി, അയാളുടെ കീഴിലാണ് ഇത് ചോർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് അട്ടിമറി തന്നെയാണ് എന്നതിന് ഇതിൽ പരം തെളിവ് വേണ്ട. പക്ഷെ അന്വേഷണം CBI നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് റിസൾട്ട് പുറത്തു വരുന്നത് വരെ നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സത്യങ്ങളെല്ലാം പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടും, വിളിച്ചു പറയപ്പെടും എന്ന ഭയം കൊണ്ടാണ് പാർലമെന്റ് നടക്കുന്ന സമയത്ത് പോലും ചർച്ച വേണ്ട, ഞങ്ങൾ പുറത്ത് സമരം ചെയ്തോളാം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. മാന്യപ്രേക്ഷകരെ, ഇത് രാജ്യത്തിനെതിരെയുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ, രാജ്യദ്രോഹികളുടെ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. സമാധാനത്തോടെ പോകുന്ന നമ്മുടെ രാജ്യം, ആ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അതിന്റെ വളർച്ചയ്ക്കും, എന്തിനേറെ ഓരോ ജനങ്ങളുടെയും, ഇത് കാണുന്ന ഓരോ ജനങ്ങളുടെയും ആ സമാധാനത്തോടെയുള്ള ജീവിക്കാനുള്ള ആ അവസ്ഥ, അതല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ പോയിട്ടുള്ള ഈ യുദ്ധത്തെ നമ്മൾ നേരിടേണ്ടത് സമാധാനത്തോടെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം കൂറകളായിട്ടുള്ള, പാറ്റകളായിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികൾ, നമ്മൾക്കറിയാം, നമ്മുടെ വീട്ടിലെ പാറ്റകൾ അതല്ലെങ്കിൽ കൂറകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവരെ നശിപ്പിക്കാറ് എന്നുള്ളത്, ആ രീതിയിൽ തന്നെ അവരെ നശിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാണുന്ന, അതല്ലെങ്കിൽ ഈ വാർത്തകൾ വീക്ഷിക്കുന്ന, അഭിനയ പാടവത്തോടുകൂടി ചുവന്ന പെയിന്റ് അടിച്ചുകൊണ്ടും അതല്ലെങ്കിൽ പരിക്ക് പറ്റിയെന്ന് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടും ഈ നാടിന്റെ സമാധാനം തകർക്കുന്ന ഈ രാജ്യദ്രോഹികളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളിലെ വാർത്തകൾ കണ്ടുകൊണ്ടും അത്ര കണ്ട് വിഷമിക്കുന്ന, അതല്ലെങ്കിൽ ഈ പാറ്റകൾക്ക് മനസ്സുകൊണ്ട് പിന്തുണയിലേക്ക് പോകുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ പച്ചയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ മറ്റൊരു ചാനലും കൊടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ടൂൾ കിറ്റ് എന്ന് പറയുന്ന വാക്കിൽ ഉൾപ്പെട്ടുകൊണ്ട് വിദേശ ശക്തികളുടെ, രാജ്യവിരുദ്ധ ശക്തികളുടെ, ജിഹാദികളുടെ ഫണ്ട് അതല്ലെങ്കിൽ അമേദ്യം ഭക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാൻ നിങ്ങൾക്കാവില്ല. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജയസൂര്യൻ സാർ എല്ലാ ഒരു ഭാഗവും കവർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ യാഥാർത്ഥ്യം, നഗ്ന സത്യങ്ങൾ, അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ റെഫർ ചെയ്തുകൊണ്ട്, കാരണം രാവിലെയാണ് സാർ ഈ വാർത്ത നമുക്ക് ഈ ഒരു ചർച്ച നടത്തണം എന്ന് പറഞ്ഞത്, അതിനുവേണ്ടി മണിക്കൂറുകൾ ചിലവഴിച്ചുകൊണ്ടാണ് ഈ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ ഒരു റിസൾട്ട് എന്നുള്ളത് താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് ഈ വാർത്ത എത്തണം, യാഥാർത്ഥ്യങ്ങൾ എത്തണം. ഇത്തരത്തിലുള്ള കൂറകളെ ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ വീടുകളിൽ നശിപ്പിക്കാറ്, അതേ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടി ഓരോ ജനാധിപത്യ വിശ്വാസിയും, ഓരോ രാജ്യസ്നേഹിയും പച്ചയ്ക്ക് രംഗത്ത് വരേണ്ട വലിയ ആപത്ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. എന്തായാലും സാർ ഒരുപാട് നന്ദി, ഇത്രയും യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുത്ത ആ ഒരു ത്യാഗപൂർണമായിട്ടുള്ള ആ ഒരു റഫറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ തൽക്കാലം നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.